കട്ടിക്ക് വേണേ. ഞാൻ ഈ കടുപ്പത്തിന്റെ ആളാ. ഇച്ചിരി കടുപ്പമാ. ഒത്തിരി നാള്. അയ്യോ തുവാച്ചേ എടാ, നീയാണോ നിന്റെ അച്ഛനാണോ ആരാടാ ഇന്നാളെ പ്രാവശ്യം മരിച്ചേ? അയ്യോ അത് ഞാനല്ല, അച്ഛനാ. ആണോ? ഓ, നന്ദിയില്ലാത്തവനവൻ. അതെന്താ? എടാ, അവൻ മരിച്ചിട്ട് എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞു പോലുമില്ല. പക്ഷെ നീ അങ്ങനെ ആയിരിക്കരുത്. നിന്റെ കാര്യം വരുമ്പോ നീ തലോസ വിളിച്ചു പറയണം. നിന്റെ ചാക്കാല നിന്റെ ഉടനെ എങ്ങാനും കാണുവോ? ആ കാണും. കൊടുക്കടാ ഒരെണ്ണം. അയ്യോ, മാമൻ ഒരെണ്ണം ഒഴിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു. മേടിച്ചു പോയോ? മാമ ഷെയറുണ്ടല്ലോ. ആ പിന്നെ ഷെയർ കേൾക്കുമ്പോ ഞഞ്ഞാ പുഞ്ഞാ പറയല്ലേ? പുഞ്ഞാ ഞഞ്ഞാന്ന് പറയാവോ? കൊടുക്കടാ ഒരെണ്ണം. മാമൻ ഒരെണ്ണം ഒഴിച്ചു കൊടുക്കാൻ പിന്നെയും പറയുമായിരുന്നു. അതെ, മറ്റേത് കിടക്കുന്നോണ്ടേ. ഉള്ളി പറയണ ഫിഗർ കാണിക്കാതെടാ. എന്താടാ ഭർത്താണേ മാമനോടത്താ എന്താ വറുത്ത് വെച്ചെന്ന് പറഞ്ഞു? അതല്ല, എനിക്ക് ജീവിതം വെറുത്തെന്ന്. ഞാൻ വല്ല ട്രെയിനും എല്ലാം തല വെക്കാൻ പോവാ മാമ. ട്രെയിൻ മറിച്ചിടല്ലേടാ, ട്രെയിൻ മറിച്ചിടല്ലേടാ. നിനക്കറിയോ കഴിഞ്ഞ ആഴ്ച ഈ ലെവൽ ക്രോസിൽ നടന്ന അപകടം? കഴിഞ്ഞ ആഴ്ചയാണോ? ആണോ? ഈ അപ്പൊ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. നീ എവിടെ ആയിരുന്നു? ഞാൻ ചോറുണ്ണായിരുന്നു. ചുമ്മാ അല്ല, തിന്നിപ്പോ പന്നിക്ക് കണ്ണ് കാണത്തില്ലെന്ന് പറയുന്നു. എന്തായിരുന്നു ലെവൽ ക്രോസിന്റെ അവിടെ എന്തായിരുന്നു പ്രശ്നം? എടാ, ഒന്നും പറയണ്ടേ, ട്രെയിൻ വരാനായിട്ടുള്ള സമയമായി. ഈ സമയത്ത് അപ്പുറത്ത് കുറെ വണ്ടികൾ കിടക്കുന്നു, ഇപ്പുറത്ത് കുറെ വണ്ടികൾ കിടക്കുന്നു. അപ്പം വാച്ചർ വന്ന് ഗേറ്റ് അങ്ങ് താത്ത്. ഇതിങ്ങനെ താന്നു വരുന്നു. ശുക്കൂറിന്റെ മോൻ ഈ അടിയിൽ കൂടെ കയറുന്നു. ട്രെയിനും അങ്ങ് പോയി. എന്നിട്ട് എന്നെ വാച്ചറിനെ ഓടി വന്ന് ഈ ഗേറ്റ് അങ്ങോട്ട് പൊക്കി. ഗേറ്റ് അങ്ങോട്ട് പൊക്കുക. ഇവിടെ കിടന്ന വണ്ടിയല്ലേ അപ്പുറത്തോട്ടും, അപ്പുറത്ത് കിടന്ന വണ്ടിയല്ലേ ഇപ്പുറത്തോട്ടും പോയി. ചെറുക്കൻ തന്നു. അവൻ ആദ്യം ഇതിൽ അടി കൂടെ കയറി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ പിന്നെ എന്നാ? അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം. ഇപ്പൊ ആ ഗേറ്റ് പൊങ്ങിക്കിടക്കുക. നിങ്ങൾക്ക് തല കുനിക്കാതെ അതിന്റെ അടി കൂടെ പോവാ. അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുന്നിൽ തല കുനിച്ചു എന്നുള്ള ചീത്തപ്പേര് വരും. അതുകൊണ്ട് പറഞ്ഞ ഞാൻ ആ ബിവറയിൽ പോയി സാധനം മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മുടെ ആ പോസ്റ്റ് ഓഫീസിന്റെ വളവുണ്ടല്ലോ, അവിടെ വെച്ചൊരു കാറ് ഓട്ടം കൂടെ കൂട്ടി ഒറ്റ ഇടി. അയ്യോ, അവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടോടാ? മാമ ഷെയർ ഉണ്ടോ? എന്താ പറഞ്ഞില്ലടാ, കുടിക്കും മാമ. അയ്യോ കടുപ്പ. നമ്മുടെ വില്ലേജ് ഓഫീസർ ഇല്ലേടാ, പുള്ളിയുടെ മോനുണ്ടല്ലോ ഒരുത്തൻ രാജീവ്. അവൻ ഈ വല്ല മാനസിക എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവനൊന്നും ഒരു കുഴപ്പമില്ല. എടാ, അവൻ കഞ്ചാവാണോടാ? അവനൊരു കുഴപ്പമില്ല. ഇല്ലേ? ഇല്ല മാമ. എന്താ മാമ? അല്ല, അവൻ പിന്നെ എന്നെ അങ്ങനെ കാണിച്ചെന്ന് ഞാൻ ആലോചിക്കുന്നു. അവൻ എന്തുവാ കാണിച്ചേ? ഞാൻ അവനോടൊരു അഭിപ്രായം ചോദിച്ചു. എന്തോ അഭിപ്രായം ചോദിച്ചു? അതായത് നിന്റെ അച്ഛന്റെ സഞ്ചയനത്തിന് ഇഡലിയും സാമ്പാറിനും പകരം ചിക്കനും ബീഫും കൊടുത്താലോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്റെ കറണക്കുട്ടി നോക്കി ഒറ്റ അടിയടാ. അയ്യോ, അങ്ങനെ അടിച്ച് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇല്ലേ? ഇല്ല. എന്താന്ന് എനിക്കറിയാൻ മേല. അവൻ എന്നോട് അങ്ങനെ ചെയ്തു. അല്ല, മാമൻ ഇത് എപ്പോഴാ ചോദിച്ചത്? എടാ, അവന്റെ അച്ഛൻ ICU കിടന്നപ്പോ. മാമനെ അവൻ കൊല്ലാഞ്ഞ കാര്യമായല്ലോ. ആണോ? മാമ ഷെയർ ഉണ്ടല്ലോ. കൊടുക്കടാ മാമൻ. എന്താ മാമ? പോടാ അങ്ങോട്ട് മാറാ, പോടാ. പിന്നെ ആര് വിളിച്ചു? ഇത് ഒരെണ്ണം അടിക്കും മാമൻ. മറ്റത് കിടക്കുന്നോണ്ടാ. അതാ. അയ്യ, അവൻ കൊച്ചു കുഞ്ഞാ. ഇതോ ഈ ബലൂൺ പോലെ ഉയർത്തിരിക്കുന്നേ ഉള്ളൂ. ഒരു സെറ്റിപ്പ് മതി, പൊട്ടിപ്പോകും. മനക്കട്ടിയില്ല, അതാ. പക്ഷെ നീ അങ്ങനെയല്ല, മനക്കട്ടിയുണ്ട്. മാമൻ പറ, ധൈര്യമായിട്ട് പറ. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് എന്നെ വിശ്വാസമല്ലടാ. ആർക്കാരാ മാമ വിശ്വാസം ഉള്ളത്? അതല്ലടാ, പിന്നെ എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. മാമൻ എന്തോ മാമ ഈ പറഞ്ഞത്? മാമൻ നമ്മുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. വേണമെങ്കിൽ അവന്റെ വീട്ടിൽ പോയി നിന്നോ, ഒരു കുഴപ്പമില്ല. നിങ്ങളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? മാമൻ പറയട്ടെ. പറ അങ്ങോട്ട്. അതായത് നല്ല മഴയുള്ള ഒരു ദിവസം രാത്രിയിലെ ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് 2-3 അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാ. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ കയറി അങ്ങ് പിടിച്ചെന്ന്. പിടുത്തമെന്ന് പറഞ്ഞാൽ എമ്മാതിരി പിടുത്തമാണ്. കണ്ടം പിടിച്ച് എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ഞാൻ പെട്ട പാട് അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എനിക്കെതിരെ കേസ് കൊടുത്താച്ചാ അറിയാമോ? അവൻ എത്രണ്ണം കൊടുത്ത്? 3 കൊടുത്ത്. ഇനി കൊടുക്കല്ലേ? അയ്യോ, കൊടുക്കത്തില്ല. അത് ഇത് പറഞ്ഞോണ്ടിരിക്കുക. ഒരെണ്ണം കൂടെ ഊറ്റടാ. സാധനം തീർന്നു. അല്ല, മാമന് മൂത്ത് വരുന്നേ ഉള്ളെന്ന്. അറിയാം. മാമ സാധനം തീർന്നു. എടുക്കടാ മര്യാദയ്ക്ക്. എടുക്കല്ലേ.
എല്ലാം പോയി. Rega, rega, maga, maga, maga,